ഒരു കഥ കേട്ടാലോ? അതെ, ഒരു നല്ല കഥ കേൾക്കാം. ഇത് വിഷ്ണു പുരാണത്തിലെ കഥയാണ്. സഗരപുത്രന്മാരുടെ മോക്ഷകഥ. സഗരൻ സൂര്യവംശ രാജാവായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ധർമ്മപത്നിയായ സുമതിയിൽ 60,000 പുത്രന്മാരുണ്ടായി. സഗരപുത്രന്മാർ എന്ന പൊതുനാമത്തിൽ അവർ അറിയപ്പെട്ടു. പിതൃഭക്തരായിരുന്ന ഇവർ പിതാവിൻ്റെ ഏതാജ്ഞയും നിറവേറ്റുമായിരുന്നു. വിശ്വജേതാവായി തീരുന്നതിലേക്ക് അശ്വമേധയാഗം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. യാഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. യാഗം നടന്നുകൊണ്ടിരിക്കെ ദേവേന്ദ്രൻ യാഗാശ്വത്തെ പാതാളത്തിലേക്ക് കവർന്നുകൊണ്ടുപോയി. ഇന്ദ്രൻ അശ്വത്തെ സർവജ്ഞാനിയും മഹാസിദ്ധനുമായ കപില മഹർഷിയുടെ സമീപത്തായി കെട്ടിയിട്ടു. തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്ന മഹാമുനി ഇതൊന്നും അറിഞ്ഞതേയില്ല. കുതിരയെ നഷ്ടപ്പെട്ട വാർത്തയറിഞ്ഞ് സഗരപുത്രന്മാർ ഭൂമി മുഴുവൻ അശ്വത്തെ അന്വേഷിച്ചു നടന്നു. ഭൂമിയിലൊന്നും അശ്വത്തെ കാണാത്ത അവർ ഭൂമി തുറന്ന് പാതാളത്തിലേക്ക് പോയി. അവിടെ എത്തിയ അവർ കപില മഹർഷിയുടെ സമീപത്തായി യാഗാശ്വം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടു. യാഗാശ്വത്തെ തട്ടിക്കൊണ്ടുവന്നത് മഹർഷിയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ധ്യാനത്തിൽ മുഴുകിയിരുന്ന മുനിയെ കോപം പൂണ്ട അവർ ഉപദ്രവിച്ചു. ധ്യാനത്തിന് ഭംഗം വരുത്തിയതിൽ ദേഷ്യം വന്ന കപില മഹർഷി സഗരപുത്രന്മാരെ ദഹിപ്പിച്ചു. സഗരപുത്രന്മാർ വെണ്ണീറായി മാറി. യാഗാശ്വത്തെ അന്വേഷിച്ചു പോയ പുത്രന്മാരെക്കുറിച്ച് വിവരമൊന്നും ഇല്ലാതായപ്പോൾ സഗരൻ അവരെ അന്വേഷിക്കുന്നതിലേക്കായി പൗത്രനായ അംശുമാനെ ചുമതലപ്പെടുത്തി. വിഷ്ണുഭക്തനായിരുന്ന അംശുമാൻ അദ്ദേഹം തൻ്റെ പിതാക്കളെ തിരഞ്ഞ് പാതാളത്തിലെത്തി. കപിലമുനിയെ ദർശിച്ച അംശുമാൻ അദ്ദേഹത്തെ വാഴ്ത്തി. അംശുമാന്റെ പ്രവൃത്തിയിൽ സംതൃപ്തി തോന്നിയ കപിലൻ അശ്വത്തെ അംശുമാനെ ഏൽപ്പിച്ചു. പിതാക്കളെക്കുറിച്ച് അന്വേഷിച്ച അംശുമാനോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: നിന്റെ പൗത്രൻ പുണ്യഗംഗയെ ഭൂമിയിൽ വരുത്തി പിതാക്കൾക്ക് ഉദകക്രിയ നടത്തും. അങ്ങനെ അവർക്ക് മോക്ഷപ്രാപ്തി നൽകുന്നതാണ്. വരം ലഭിച്ച അംശുമാൻ അശ്വവുമായി യാഗശാലയിലെത്തി. സഗരൻ തൻ്റെ അശ്വമേധം പൂർത്തിയാക്കുകയും ലോകജേതാവായി മാറുകയും ചെയ്തു. കാലോചിതമായി അംശുമാൻ വിവാഹിതനാകുകയും ദിലീപൻ എന്ന പുത്രന് ജന്മം നൽകുകയും ചെയ്തു. ദിലീപൻ ഭഗീരഥൻ എന്ന പുത്രന് ജന്മം നൽകി. ഭഗീരഥൻ യൗവനയുക്തനായപ്പോൾ കപിലമുനിയുടെ വരത്തെക്കുറിച്ച് അംശുമാൻ അവനോട് പറഞ്ഞു. തൻ്റെ പിതാമഹന്റെ വാക്കുകൾ കേട്ട ഭഗീരഥൻ ഗംഗയെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്താൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ തപസ്സിൽ സംതൃപ്തയായ ഗംഗാദേവി ഭഗീരഥന്റെ ആവശ്യമാരാഞ്ഞു. ഭൂമിയിലെത്തി തൻ്റെ പിതൃക്കൾക്ക് ഉദകക്രിയ നടത്തി അവർക്ക് മുക്തി നൽകുവാൻ അദ്ദേഹം ഗംഗയോട് ആവശ്യപ്പെട്ടു. താൻ ഭൂമിയിലേക്ക് വന്നാൽ എന്നെ താങ്ങുവാൻ ആരാലും സാധിക്കില്ല, അതിനാൽ അതിന് പറ്റിയ ആളെ കണ്ടെത്തുക എന്ന് ഗംഗാദേവി ഭഗീരഥനോട് പറഞ്ഞു. ഗംഗാദേവിയുടെ വാക്കുകൾ ശിരസാൽ വഹിച്ച ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തു. സംപൂജ്യനായ ശിവൻ ഭഗീരഥന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും കാരണമാരായുകയും ചെയ്തു. ഭഗീരഥൻ ശിവനോട് സ്വർഗത്തിൽ നിന്നും പതിക്കുന്ന ഗംഗയെ താങ്ങി നിർത്തി ഭൂമിയിലെത്തിച്ച് തൻ്റെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി നൽകണമെന്ന് അപേക്ഷിച്ചു. ശിവൻ ഭഗീരഥനെ അനുഗ്രഹിച്ചു. അതിശക്തിയായി അഹങ്കാരത്തോടെ പാഞ്ഞു വരുന്ന ഗംഗയെ കണ്ട ശിവൻ തൻ്റെ ജട അഴിച്ചിടുകയും അതിൽ പതിച്ച ഗംഗയെ ജടയ്ക്കുള്ളിൽ കെട്ടിവെക്കുകയും ചെയ്തു. അഹങ്കാര ഫലമായി ജടയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയ ഗംഗ മോക്ഷത്തിനായി കേണു. ഭഗീരഥൻ വീണ്ടും ശിവനെ തപസ് ചെയ്യുകയും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു. കൈലാസപതിയുടെ ജടയിൽ കുരുങ്ങിപ്പോയ ഗംഗയെ മോചിപ്പിക്കണമെന്നും ഭൂമിയിലേക്ക് അയക്കണമെന്നും അദ്ദേഹം അപേക്ഷിച്ചു. ഭഗീരഥന്റെ അഭ്യർത്ഥന മാനിച്ച് ശിവൻ ഗംഗയെ മോചിപ്പിച്ചു. 7 കൈവഴികളാക്കിയാണ് മഹേശ്വരൻ ഗംഗയെ മോചിപ്പിച്ചത്. ഹ്ലാദിനി, പാവിനി,
നളിനി എന്നീ കൈവഴികൾ കിഴക്കോട്ടും സുചക്ഷുസ്, സീത, സിന്ധു എന്നിവ പടിഞ്ഞാറോട്ടും ഒഴുകി. ഭഗീരഥനെ പിന്തുടർന്ന അവസാനത്തെ കൈവഴി യാത്രാമധ്യേ ജഹ്നു മഹർഷിയുടെ ആശ്രമം കണ്ടു. ആശ്രമം കണ്ട് കൗതുകം തോന്നിയ ഗംഗ അതിനെ മുക്കിക്കളഞ്ഞു. ഇത് കണ്ട് കോപിഷ്ഠനായ മുനി ഗംഗയെ കുടിച്ചു വറ്റിച്ചു. ഭഗീരഥന്റെ അപേക്ഷയിൽ മനസ്സലിഞ്ഞ മുനി ഗംഗയെ മോചിതയാക്കി. മഹർഷിയുടെ ചെവിയിലൂടെ പുറത്തു ചാടിയ ഗംഗയ്ക്ക് ജാഹ്നവി എന്ന പേര് ലഭിച്ചു. ഗംഗയുമായി പാതാളത്തിലെത്തി ഭഗീരഥൻ തന്റെ പിതാമഹന്മാരായ സഗരപുത്രന്മാർക്ക് ഉദകക്രിയ ചെയ്യുകയും അവരെ മോക്ഷപ്രാപ്തരാക്കുകയും ചെയ്തു. ഭഗീരഥനാൽ ഭൂമിയിലെത്തപ്പെട്ടതിനാൽ ഭഗീരഥി എന്ന പേരിൽ ഗംഗ അറിയപ്പെട്ടു. എല്ലാവർക്കും കഥ ഇഷ്ടമായല്ലോ. അപ്പോൾ തീർച്ചയായും ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു കഥയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.